മുട്ടയാറ്. നിനക്ക് ജ്യൂസ് ചെയ്യില്ല, നിനക്ക് ജ്യൂസ് ചെയ്യാം. പാവയ്ക്ക് കുടിക്കണോ മുട്ടയാറ് വേണോ? ഞാനൊരു കാര്യം ചെയ്യാം, ഇനി ഞാൻ എന്റെ കയ്യിൽ നിന്ന് വീണ്ടും 1000 രൂപ ഇവിടെ വെക്കും. അടുത്ത ചലഞ്ച് ഏറ്റെടുക്കും. 1000 രൂപ തരും മോനെ. ഗൈസ് അപ്പം എടാ കുറച്ച് കയ്യിൽ വെച്ചിട്ട് എന്നെ വേണമെങ്കിൽ തേച്ചോ. നീ കയ്യിൽ വെക്കുന്നില്ല, നിങ്ങൾ രണ്ടുപേരും തല താക്കണം. ഗൈസ് തല താഴ്ച. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പം നമ്മൾ ഇന്നൊരു 1000 രൂപ ചലഞ്ചാണ് ഗൈസ്. 1000 രൂപ ചലഞ്ച് ഒരു ഗെയിമാണ്. ഈ ഗെയിം ജയിക്കുന്നവർക്ക് ഈ 1000 രൂപ കിട്ടും ഗൈസ്. അപ്പം ഗെയിം എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പം ഗൈസ് ഈ 1000 രൂപ കിട്ടാൻ അത്ര ഈസി ആയിട്ടൊന്നും നമ്മൾ 1000 രൂപ അങ്ങനെ ഒരാൾക്ക് കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പം നമ്മളൊരു ടാസ്ക് വെച്ചിട്ട് അവർക്ക് 1000 രൂപ നമുക്ക് കൊടുക്കാം. അപ്പം ഈ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഇപ്പം ഇതിൽ മൈദാമാവുണ്ട്, പൗഡറുണ്ട്, കപ്പലണ്ടി മുട്ടായി ഉണ്ട്, അലുവയുണ്ട്, മുട്ടയുണ്ട്, സവാളയുണ്ട്, ആട്ടിയ മാവുണ്ട്, നല്ല ആടിപ്പൊളി പാവയ്ക്ക ജ്യൂസുണ്ട്, പിന്നെ ആടിപ്പൊളി ഉണക്കമീനുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്, പിന്നെ എല്ലാവർക്കും പരിചയമുള്ള പോലെ ഗൈസ് ചാണകവെള്ളം. അപ്പം ഗൈസ് ഇവിടെ ഒരു 6 മെഴുകുതിരി കത്തിച്ച് വെച്ചു. 6 അല്ല 5. ഞാൻ പറയാം. ഇവിടെ 5 മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഈ 5 മെഴുകുതിരി അടുത്തായിട്ട് ഓരോ ബോളും വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ ടാസ്കും വെച്ചിട്ടുണ്ട്. ഓരോന്നല്ല, മൾട്ടിപ്പിളായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ടാസ്ക് വെച്ചിട്ടുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരിക്കുന്ന എക്യുപ്മെൻറ്റ്സ് വെച്ചിട്ടുള്ള ടാസ്ക്കാണ്. അത് വെച്ചിട്ട് എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ള ടാസ്ക്കാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു ഡിസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ടുണ്ട്. നമ്മൾ തൊട്ടടുത്തൊന്നും പറ്റില്ലല്ലോ. ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് എല്ലാ മെഴുകുതിരിയും കത്തിക്കും. അതിൽ നമ്മൾ ഓരോന്നെങ്കിൽ ഈ ഒരു ചലഞ്ച് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യുന്നത് മാത്രം. നമ്മൾ ഇവിടെ നിന്ന് ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഊതി മെഴുകുതിരി അണയ്ക്കണം. മെഴുകുതിരി അണച്ചിട്ട് അതിലിപ്പോൾ നമ്മൾ ഒന്നാമത്തെ മെഴുകുതിരി അണയ്ക്കുന്നെങ്കിൽ ഒന്നാമത്തെ ബൗളിലുള്ള ടാസ്ക് നമ്മൾ ചെയ്യണം. അതിലിഷ്ടമുള്ള പേപ്പർ നമുക്ക് ചൂസ് ചെയ്യാം. അതിലുള്ള ടാസ്ക് നമ്മൾ ചെയ്യണം. രണ്ടാമത്തെ ആണെങ്കിൽ രണ്ടാമത്തത്. അങ്ങനെ ഏറ്റവും ലാസ്റ്റുള്ള മെഴുകുതിരി വരെ അണച്ചു കഴിഞ്ഞാൽ അവർക്ക് ടാസ്ക് ഇല്ലാതെ 1000 രൂപ കിട്ടും. ഇതാണ് നമ്മുടെ ചലഞ്ച്. ഇത് കത്തിക്കുകയാണ് ഗൈസ്. കൈപുള്ളി. അപ്പം ഗൈസ് ആദ്യമായിട്ട് ഐശ്വര്യമായിട്ട് ഞാൻ തന്നെ ഇത് തുടങ്ങാൻ പോവുകയാണ്. ഇവരാരും ടാസ്ക് ചെയ്യാൻ മറന്നില്ല. ഞാൻ തന്നെ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ 1000 രൂപ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാമല്ലോ. എങ്ങനെ ഗൈസ്, ഞാൻ ആദ്യമായിട്ട് ഞാൻ ടാസ്ക് ചെയ്യാൻ പോവാണ് ഗൈസ്. ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. അണയണില്ലടേ, അണയുന്നില്ല. അപ്പം ഫസ്റ്റത്തെ മെഴുകുതിരി ഇതായിട്ടുണ്ട്, അണഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാനിതിൽ ഏതാണ് ടാസ്ക്? നല്ലത് ചെയ്താ നല്ലത് കിട്ടണേ. ഗൈസ് എനിക്ക് കിട്ടിയിട്ടുള്ള ഇതാണ്, പൗഡർ തലയിൽ തൂവുക. ഞാൻ സ്വന്തമായിട്ട് തൂവണം, അതാ ആരെങ്കിലും തരണം? അങ്ങനെ പൗഡർ തലയിൽ തൂവാൻ വേണ്ടി ഒരാളെ പുറത്തുനിന്ന് വരുത്തിയിട്ടുണ്ട്. നീയാണോ? മതി 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 ഗൈസ്. അപ്പൊ എന്റെ ചലഞ്ച് ഞാൻ ഏറ്റെടുത്ത് ഞാനതിൽ പൊട്ടി പാളീസ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ അടുത്ത ആളെ നമുക്ക് വിളിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഫസ്റ്റത്തെ ടാസ്ക് നമ്മുടെ സ്വന്തം പയ്യന് തന്നെ കിട്ടിയിരിക്കുന്നു. ഓക്കെ, അതിപ്പോൾ ഞാൻ വീണ്ടും ക്ലബ് ചെയ്തിട്ടുണ്ട്. ആ കാർഡ് വെച്ച് തന്നെ മുഴുവനായിട്ടൊന്ന് ക്ലബ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അടുത്ത് രണ്ടാമത്തെ പാർട്ടിസിപ്പൻറ്റിനെ വിളിക്കാം. ഓക്കെ, അഖിൽ. അപ്പോൾ രണ്ടാമത്തെ പാർട്ടിസിപ്പേറ്റ് വന്നിട്ടുണ്ട്. ഇൻട്രൊഡ്യൂസ് ചെയ്യടാ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. വെയിറ്റ്, നിയമമുണ്ട്. 50 പ്രാവശ്യം ഒന്നും ഊതാൻ പറ്റില്ല. ഒരൊറ്റ പ്രാവശ്യം ചെയ്യാൻ പറ്റുള്ളൂ. അവന് ഫസ്റ്റ് കൺസീഷൻ കൊടുത്തു, അത്രേ ഉള്ളൂ. ഇല്ല, ഒറ്റ പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം, ഇല്ലേ, അല്ലെങ്കിൽ 3 പ്രാവശ്യം കിട്ടും. ഒന്ന് പഠിച്ചാൽ 3 പ്രാവശ്യം. 3 പ്രാവശ്യം. ഓക്കെ, റെഡി, 1 2 3 ഗോ. അണഞ്ഞിട്ടുണ്ട്. വെയിറ്റ്. അങ്ങനെ രണ്ടാമത്തത് അണഞ്ഞിട്ടുണ്ട് ഗൈസ്. രണ്ടാമത്തെ അണഞ്ഞിട്ടുണ്ട്. അപ്പം പോയി എടുത്ത് വായിച്ചോ. അതിൽ ഏതാണ് വേണ്ടെന്നുള്ള എടുത്ത് വായിച്ചോ.
ദൈവമേ നല്ലത് കിട്ടണേ ദൈവമേ. വീണ്ടും 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 ഇല്ല ഇല്ല ഇല്ല, നീ തന്നെ നിനക്കുള്ള പണി ചോദിച്ചു വാങ്ങിക്കണം. നീ എടുത്തോ. ഓക്കേ. എന്നിട്ട് നല്ലതായിട്ടൊന്ന് വായിക്കേ. അപ്പൊ ഗായ്സ് നമ്മൾ ഈ ചാണകം ഒഴിക്കുന്നത് ലാസ്റ്റത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആർക്കൊക്കെ ചാണകം വീഴും അവരെല്ലാരും അവസാനം ചാണകത്തിൽ കുളിക്കും ഗൈസ്. അപ്പൊ നമുക്ക് കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ടാസ്കുകൾ ചെയ്യാനുണ്ട്, ഇനിയും ടാസ്കുകൾ ഏറ്റുവാങ്ങാനുണ്ട്. അപ്പോ അടുത്ത ആളെ വിളിക്കാം. അപ്പൊ ഗൈസ് അടുത്ത് മൂന്നാമത്തെ ആള് വന്നിട്ടുണ്ട്. നമ്മളെ ചെറുക്ക വന്നിട്ടുണ്ട് ഗൈസ്. ചെറുക്ക 1000 രൂപ നേടോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. അളിയ തുടങ്ങിക്കോണം കേട്ടോ. ഓക്കെ, ഗൈസ് ഫസ്റ്റ് ആണ് ഗൈസ് അണഞ്ഞത്. ഫസ്റ്റ് മെഴുകുതിരിയാണ് ഗൈസ് അണഞ്ഞിട്ടുള്ളത്. ഐശ്വര്യ ആക്ട് എടുത്തോളൂ. കണ്ട പാവയ്ക്ക ജ്യൂസ് കുടിക്കുക. അപ്പം നല്ല അടിപൊളി പാവയ്ക്ക ജ്യൂസ്. കലക്കണം. ഒരു സ്പൂൺ എടുത്തോ. നല്ല അടിപൊളി കാലക്ക. ഞാനാണ് അടിച്ചത്. വെള്ളം ഇല്ല, കുറച്ച് വെള്ളം കഴിച്ച് കളിക്കട്ടാ. ഒരു വാ കുടിച്ചാൽ മതി. വേറെ ഉണ്ട്. ഒരു വാ സീനൊന്നുമില്ല. നീ പബ്ജി പ്ലെയർ എന്ന് വിചാരിച്ച് മനസ്സിൽ വിചാരിച്ച് മൂക്കിങ്ങനെ പിടി. ആ കളി പിടി. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അപ്പം ബാക്കി ഇത്രയും പാവയ്ക്ക ജ്യൂസും കൂടെ ഉണ്ട്. അപ്പം നമുക്ക് സെറ്റ് ആക്കാം. അപ്പം ഗായ്സ് വീണ്ടും നമ്മൾ ഒന്നും കൂടെ വന്ന് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പം ഗായ്സ് അടുത്ത നമ്മളെ ഫോട്ടോ പോയി അടുത്ത ടാസ്ക് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗായ്സ്. ഇതിൽ ഇവൻ ജയിച്ച 1000 രൂപ എനിക്കാണ്. സത്യം എനിക്കാണ്. എനിക്ക് തരില്ല അളിയാ. തരും. ഗൈസ് അപ്പം ചെറുക്കൻ ഊതാൻ പോവുകയാണ് ഗൈസ്. 1 2 3 സ്റ്റാർട്ട്. മോനെ 1000 രൂപ കിട്ടി ഗൈസ്. സമ്മതിക്കില്ല ഗൈസ്. ഇവൻ എന്തോ പണി ചെയ്തിട്ടുണ്ട് ഗൈസ്. 1000 രൂപ കിട്ടി. അപ്പം ഗൈസ് ചെറുക്കൻ ജയിച്ചിട്ടുണ്ട്. നീ ഇനി ചലഞ്ച് പങ്കെടുക്കാൻ തയ്യാറാണോ? ചലഞ്ച് പങ്കെടുക്കാൻ. അപ്പം ഗൈസ് എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം. ഇനി ഞാൻ എന്റെ കയ്യിൽ നിന്ന് വീണ്ടും 1000 രൂപ ഇവിടെ വെക്കും. അടുത്ത ചലഞ്ച് ഏറ്റെടുക്കും. 1000 രൂപ തരും മോനെ. ഗൈസ് അപ്പം 1000 രൂപ നിനക്കാണെങ്കിൽ എനിക്കല്ലേടാ. നിനക്കൊരു പ്രശ്നം വന്ന എന്റെ 250 രൂപ. നീ മാറിയില്ല അങ്ങോട്ട്. ഗൈസ് അപ്പം 1000 രൂപ കൊടുക്കേണ്ട ഗൈസ്. ഇനി അടുത്ത റൂബി മോനെ വാടാ. നീയാണ് എനിക്ക് തരേ. അറക്കാൻ നേരത്തേക്ക് മാടാണ് ഗൈസ്. സന്തോഷത്തോടെ എല്ലാരും ക്ലാപ്പ് ചെയ്യുന്നു പ്ലീസ്. അങ്ങനെ ഗൈസ് അവൻ നേടിയിരിക്കുന്നു ഗൈസ്. അപ്പം എനിക്ക് പണി കിട്ടി. എൻ്റെ കളിയൊക്കെ കണ്ടല്ലോ പൗഡറാണ്. അവന് പണി കിട്ടാതിരുന്നാൽ അത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് 1000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് 1000 രൂപ ടാസ്ക് അവൻ ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് 1000 രൂപ. തുടങ്ങല്ലേ? അടുത്ത ഒന്നും കൂടെ വരട്ടെ. കുറച്ച് സമയം എടുക്കും. ശ്വാസം യമൻ ചിലപ്പോൾ 5000 രൂപ ഉണ്ടാക്കിയാലും യമന്റെ ദേഹത്ത് ചാണകം വീഴും. ഓക്കെ ഗൈസ് കാണാം. ഞാൻ പൂതാൻ പോവാണ് ഗൈസ്. വീണ്ടും ഒന്നാമത്തത്. മക്കളെ ഒന്ന് എടുക്കടാ. എടുത്തോ. എന്താണ് പൗഡർ തലയിൽ തൂവുക? എന്താന്നടേ ഇത്? നീ അത് കൊണ്ട് പോടാ. പൗഡർ തലയിൽ തൂവുക. നേരത്തെ പറഞ്ഞു ഈ സാമാനം മാറ്റാൻ. പൗഡർ മാറ്റാൻ പറഞ്ഞു. അപ്പൊ ഇത് അപ്ലൈ ചെയ്തിട്ടതാണ്. കുഴപ്പമില്ല. പൗഡർ തലയിൽ നല്ല രീതി തോടിക്കൂടെ. മതി കണ്ണിലെ ചായടാ.
എടാ നീ പൗഡർ എടുത്ത ഗൈസ് അപ്പൊ ഞാൻ ഇതെല്ലാം കണ്ടല്ലോ ഗൈസ്, ഒരു കുഴപ്പമില്ല ഗൈസ്. അപ്പൊ അടുത്ത റൗണ്ട് അടുത്ത് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചെറുക്കൻ വരെയാണ് ഗൈസ്. പാവയ്ക്ക ജ്യൂസ് കുടിച്ചതാ ഇവിടെ ഇങ്ങനെ കറങ്ങിയിരിക്കുകയാണ് ഗൈസ്. അപ്പം അവൻ ചെയ്യാൻ പോവാണ് ഗൈസ്. നമുക്ക് കാണാം, നമുക്ക് സെറ്റാക്കണം, ഓറാക്കണം. ഒന്ന് തുടങ്ങിയോ ഗൈസ്? വീണ്ടും ഫസ്റ്റത്തെ തന്നെയാണ്. മുളക് കടിക്കുക. ഇല്ല 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 നീ കൈ വെട്ടിട്ട് വാ തുറന്നു കടി 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 കഴിക്കണമെന്ന് കണ്ടു. വെള്ളം എടുത്തോണ്ടോ, വെള്ളം എടുത്തോണ്ടോ. എങ്ങനെയുണ്ടടാ ഗൈസ് ചെറുക്കൻ സത്യം ഉണ്ടല്ലോ ഇന്ന് പാവയ്ക്ക ജ്യൂസും മുളകും എല്ലാം ഇവ അകത്തോട്ട് പോണ ഇവനാണ്. പുറത്തുള്ളത് രണ്ടെണ്ണത്തിനും കിട്ടി. നമ്മളെല്ലാം ഒന്നാണ്. ഗൈസ് അപ്പൊ അടുത്ത കണ്ണാപ്പി വന്നിരിക്കുകയാണ് ഗൈസ് മത്സരിക്കാൻ. അപ്പോൾ ഗൈസ് മൂന്നാമത്തെ റൗണ്ട്. ഓക്കെ, അത് നേരത്തെ ഇനി ചാണകവെള്ളത്തിൽ കുളിക്കാനുള്ള പയ്യനാണ്. ഓക്കെ, ഇനി ചാണകവെള്ളത്തിൽ കുളിക്കാനുള്ള പയ്യനാണ്. അടുത്തും ചാണകവെള്ളമാണെങ്കിൽ ആ ചാണകവെള്ളം മുഴുവനും ഇവൻ്റെ തലയിലിരിക്കും. ഓക്കെ, അപ്പോൾ തുടങ്ങാം. നാലാമത്തതാണ് അണഞ്ഞിട്ടുള്ളത്. ഓക്കെ, നാലാമത്തെ എന്താണുള്ളത് നോക്കടാ. ഏതിലൊന്ന് ചൂസ് ചെയ്തോ ഗൈസ്. പൗഡർ തലയിൽ ഗൈസ്. അപ്പൊ എന്റെ കൂടത്തെ എന്റെ ചെറുക്കൻ ഉണ്ട് ഗൈസ്. പൗഡർ തലയിൽ തൂക കളഞ്ഞുകൂടെ നിനക്ക്? നീ സെഞ്ചത് എടാ പയ്യനാണടാ അത് കൊച്ചി. എന്റെ ദൈവമേ, അവന് ഞാൻ തേച്ച് കൊടുത്തേക്കട അടില്ലേ. അപ്പം നന്നായി വരൂടാ. അങ്ങനെ ആശാന ശിഷ്യനും ഒരേ പാതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം എന്തായാലും അടുത്ത മത്സരിക്കാൻ നമ്മളെന്ന് കഴിഞ്ഞ പ്രാവശ്യം 1000 രൂപ അടിച്ചു മാറ്റിയ ചെറുക്കനാണ്. ഞാന് എന്തായിരുന്നാലും നമുക്ക് നോക്കാം 1000 രൂപ കിട്ടോ ഇല്ലേ. എന്നെ പെടുത്താനുള്ള പ്ലാനിലാണ് ബാക്കിയുള്ളവര്. നോക്കാം എന്താണ് ഇപ്രാവശ്യം ഒന്ന്. അപ്പം റെഡി, 1 2 3 ഗോ. രണ്ട് ഗൈസ്, രണ്ടാണ് ഗൈസ് വീണിട്ടുള്ളത്. ആരും എടുക്കാത്ത പേപ്പറാണേ. ചാണകക്കുളി ഗൈസ്. അപ്പം ഇത് അവസാനത്തേക്ക് വേണ്ടി മറ്റേ 2 പയ്യന്മാർക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആരും എടുക്കാത്ത പേപ്പറാണ് ഗൈസ്, കേട്ടല്ലോ ഗൈസ്. ആരും എടുക്കാത്ത ഗൈസ്. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. കുളിസീൻ കാണുന്നതാണ് ഗൈസ്. അപ്പൊ ഗൈസ് അപ്പൊ എന്റെ റൗണ്ടാണ്, മൂന്നാമത്തെ റൗണ്ട് ആയിട്ടുണ്ട്. ഇപ്പൊ എന്റെ റൗണ്ടാണ്, മൂന്നാമത്തതും ഫൈനലും ആയിട്ടുള്ള റൗണ്ടാണ്. ഓക്കെ, ഞാൻ ഊതാൻ പോവാണ് ഗൈസ്. എനിക്ക് 1000 രൂപ വേണം ഗൈസ്. എന്തായാലും മാറിയില്ല അങ്ങോട്ട്. ഇവിടെ ഇതാണ് സൈഡ്. നാലാമത്തെ അണഞ്ഞിരിക്കുകയാണ് ഗൈസ്. മുളക് കടിക്കുക. സെറ്റ്. എടാ ഇത് കഴിഞ്ഞിട്ട് ഈ റിപ്പീറ്റേഷൻ വന്നിട്ടുള്ള സാധനം എടുത്ത് മാറ്റും കേട്ടോ. ഇതാണല്ലോ എപ്പോഴും അവര് കൊടുത്തത്. വാ 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 വാ. അവൻ വീഡിയോ എടുക്കാൻ കഴിക്ക്. വാടാ. ഒന്ന് ഇനി വാ വാ വാ. 2. മോനെ വെള്ളം താടാ. എങ്ങനെയുണ്ടടാ? എങ്ങനെയുണ്ടടാ? തൈര് മുളക് കൊണ്ടാട്ടം. മുളക് ചങ്ക്സ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ അടുത്ത് ചെറുക്കൻ ഊതാൻ പോവുകയാണ്. നമുക്ക് നോക്കാം. വയ്യ തുടങ്ങിയോ? 1
വേറില്ല. രണ്ട് ശരി എന്നാ വീണ്ടും ഫസ്റ്റ് ആണ് guys വന്നിട്ടുള്ളത്. എനിക്ക് ഇഷ്ടമുള്ള അതിൽ നിനക്ക് ഇഷ്ടമുള്ള ജ്യൂസ് ചെയ്യാം. പാവയ്ക്ക ജ്യൂസാണ് കിട്ടിയത്. അത് നേരത്തെ കുടിച്ചു. ശരി, നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും ചെറിയ പയ്യനായതുകൊണ്ട് അവന് ഒരു കൺസെഷനും കൂടെ കൊടുക്കാം. എനിക്ക് വേണ്ടി മാത്രം എടുത്തോ. ഞാനൊന്നുമില്ല എടുക്കാം, ഇനി ഒരെണ്ണമല്ലേ ഉള്ളൂ. എന്താണ് മുട്ടയാറ്. എടാ നിനക്ക് ജ്യൂസ് ചെയ്യില്ല, നിനക്ക് ജ്യൂസ് ചെയ്യാം. പാവയ്ക്ക് കുടിക്കണോ മുട്ടയാറ് വേണോ? മുട്ട നല്ലതാ. ഗായ്സ്, അപ്പൊ നമുക്ക് അവൻ ചോദിച്ച് വാങ്ങിച്ചതായതുകൊണ്ട് മുട്ടയേറി തന്നെ കൊടുക്കാം. ഇല്ലേ മുട്ടയേറി തന്നെ കൊടുക്കണം. പാവയ്ക്ക് ജ്യൂസ് നേരത്തെ കുടിച്ചാണ്, ഇത് വേസ്റ്റ് ആവൂലേ വാങ്ങിച്ചത്. Guys, അപ്പം മുട്ട അടിക്കാണ് guys. മുട്ട മുടിക്ക് നല്ലതാണ്. മുട്ട മുടിക്ക് നല്ലതാണ്. ഒരു കിണ്ണ മാത്രം മതി. Guys, നല്ല സ്മെല്ലുണ്ട് ഗൈസ്. അപ്പൊ അടുത്ത മുട്ടയല്ല നോക്കി വാങ്ങിച്ചേ? പൈപ്പൊന്നും ഇല്ല. അല്ലല്ലേ, റൗണ്ടാണ്, ലാസ്റ്റ് റൗണ്ടിലെ സാധനമാണ് ഗൈസ്. ഇവന് എന്ത് കിട്ടുമെന്ന്, പാവയ്ക്ക ജ്യൂസ് ആണോ ചാണകമോ ആണോ ഏതാന്ന് പറഞ്ഞോളൂ. ചാണകപ്പുള്ളി ആൾറെഡി ഉണ്ട്. ലാസ്റ്റ് റൗണ്ടാണ് ഗൈസ്. ഇതും കൂടെ കഴിഞ്ഞാൽ ഈ ഗെയിം തീരും ഗൈസ്. എന്തായാലും നമുക്ക് നോക്കാം. അത് ചിരിച്ചടയോ? വേറൊന്നുമില്ല, ഞാൻ ചിരിച്ചടാ. ഉണക്ക മീൻ ഫേഷ്യൽ. ഓ നല്ല മണമാണ് ഗൈസ്. അവന്റെ മുഖത്തൊക്കെ ഇങ്ങനെ വാരി അയ്യോ ഗുളിയാവാ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇനി ഒരു ചാണകം കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. അതിന്റെ പോയാലും കുഴപ്പമില്ല ഗൈസ്, ഞാൻ ഹാപ്പിയാണ് ഗൈസ്. ഗൈസ്, എന്റെ 1000 രൂപ ഞാൻ ഇങ്ങ് എടുക്കുകയാണ് ഗൈസ്, എടുക്കുകയാണ്. അപ്പൊ അടുത്ത് ചാണകക്കുളിക്ക് പയ്യന്മാർ റെഡിയാണ്, രണ്ടുപേരും റെഡിയാണ്. അപ്പൊ നമുക്ക് നോക്കാം ഗൈസ്. തലയിൽ മാത്രം ജോലിക്ക് പോണം ഗൈസ്. അപ്പം എന്താണ് 1000 രൂപ കിട്ടില്ലടാ. ഗൈസ്, നല്ല അടിപൊളി ചാണകമാണ്. തലേ മാത്രം. തെങ്ങിന്റെ മുട്ടില്ല ഗൈസ്. സ്മെല്ലായിരിക്കും. അങ്ങോട്ട് തെങ്ങിന്റെ മുട്ട് കൊണ്ടുവച്ചോളൂ. ചെറുതായിട്ട് എടാ കുറച്ച് കയ്യിൽ വെച്ചിട്ട് എന്നെ വേണമെങ്കിൽ തേച്ചോ. നീ കയ്യിൽ വെക്കുന്നില്ല. നിങ്ങൾ രണ്ടുപേരും തല താക്കണം ഗൈസ്. തല താഴെ. അപ്പം ചാണകം റെഡി ആയിട്ടുണ്ട് ഗൈസ്. വെള്ളം എല്ലാരും വരും ഗൈസ്. അപ്പം ഗൈസ്, നമ്മളെ ടാസ്ക് എല്ലാം കഴിഞ്ഞായിരുന്നു. ഫസ്റ്റ് റൗണ്ടിൽ പയ്യൻ വിജയിച്ചു. എന്നാൽ സെക്കൻഡ് റൗണ്ടിൽ ആദ്യം ഗംഭീരമായി ചാണകമൊക്കെ വാരി തോറ്റിരിക്കുകയാണ് ഗൈസ്. അപ്പം ഇനി അടുത്ത ശനിയാഴ്ച കിടിലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഗൈസ്. അപ്പം നമ്മളെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പറയൂ ഗൈസ്, അപ്പം ഷെയർ ചെയ്യുക. എന്തായാലും കിടിലൊരു വീഡിയോ ആയിട്ട് കാണാം ഗൈസ്.